കുഴിനക ചികിത്സയെ വിമർശിച്ചതിന് തിരുവനന്തപുരം കളക്ടർ എമാൻ കലിപ്പിലാണ്. ജെറോമിക് ജോർജിനെ വിമർശിച്ചാൽ ഭരണപക്ഷ സംഘടനാ നേതാവിനും രക്ഷയില്ല. വിമർശിച്ച ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റവന്യൂ വകുപ്പിനെ ആകെ അവഹേളിച്ചുവെന്ന നോട്ടീസ്. കളക്ടറെ വിമർശിച്ചതിന് സർക്കാർ നയത്തെ വിമർശിച്ചെന്ന സർവീസ് ചട്ടലംഘനം ആരോപിക്കുകയാണ്. കളക്ടറുടെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നീ കുറ്റങ്ങളാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമത്തിയത്. ജനായത്ത ഭരണത്തിൽ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ഒരു അധികാരം കാണിക്കാൻ പാടില്ല. അത് ശരിയല്ല. ഒരു കീഴാള മനോഭാവം അദ്ദേഹം സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങളും ഞാൻ തുടർച്ചയായി പറഞ്ഞു വന്ന ചില പ്രശ്നങ്ങളുമൊക്കെ തന്നെ. കാലിലെ കുഴിനക ചികിത്സയ്ക്കായി ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചതിനാണ് കളക്ടർ ജെറോമിക് ജോർജിനെ ജയചന്ദ്രൻ കല്ലിങ്കൽ മാതൃഭൂമി ന്യൂസിലെ ചർച്ചയിൽ വിമർശിച്ചത്. KGMOയെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ജോയിന്റ് കൗൺസിൽ നേതാവ് കളക്ടറുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വ പ്രവണതയെ പൊളിച്ചടുക്കിയത്. ഇത് കേട്ട കളക്ടർ യമാന് അരിശം പൂണ്ടു. CPI നേതാവാണെങ്കിലും റവന്യൂ വകുപ്പിലെ തഹസിൽദാറായ ജയചന്ദ്രന്റെ വിമർശനം IAS-കാർക്ക് ദഹിച്ചില്ല. കുറ്റങ്ങൾ നിരത്തി റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കുഴിനക ചികിത്സയെക്കുറിച്ച് മാത്രം നോട്ടീസിൽ മിണ്ടാട്ടമില്ല. പകരം ഉന്നയിക്കുന്നത് വരണാധികാരി കൂടിയായ കളക്ടറെ വിമർശിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണത്രേ. കാരണം കുഴിനക ചികിത്സയെ വിമർശിച്ച ചർച്ചയിൽ കളക്ടർ കീഴുദ്യോഗസ്ഥർക്ക് ലീവ് കൊടുക്കാത്ത വിഷയം ജയചന്ദ്രൻ കല്ലിങ്കൽ ഉന്നയിച്ചിരുന്നു. ഇത് മറയാക്കിയാണ് കളക്ടർക്ക് വേണ്ടിയുള്ള പോരാട്ടം. സർവീസ് സംഘടനാ നേതാക്കന്മാരല്ലോ, ഈ സർവീസ് സംഘടനാ പ്രവർത്തകരാണല്ലോ ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. ഇത് ഒരു കൊളോണിയൽ ഭരണകാലത്തെ ചില ചിന്തകൾ ചില ഉദ്യോഗസ്ഥർ കീപ്പ് ചെയ്താൽ അത് താഴെത്തട്ടിലേക്ക് വ്യാപിക്കപ്പെട്ടാൽ നമ്മുടെ സിവിൽ സർവീസിന്റെ ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ള നമുക്കറിയാം. എന്നിരുന്നാലും ഈ വിഷയത്തിനകത്ത് നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഞാൻ വ്യക്തിപരമായിട്ട് ജില്ലാ കളക്ടറെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറഞ്ഞില്ല. കളക്ടർ ജെറോമിക് ജോർജിനെ വിമർശിച്ചാൽ സർക്കാർ നയത്തിനെതിരായ വിമർശനമാകുമോ? ആകുമെന്നാണ് മെമ്മോയിൽ പറയുന്നത്. സർവീസ് ചട്ടത്തിന്റെ ലംഘനമുണ്ടെന്ന ചാർജാണ്. കളക്ടറുടെ മോശം പ്രവണതകൾ വിമർശിച്ചപ്പോൾ റവന്യൂ വകുപ്പിന്റെ ആകെ പ്രതിച്ഛായ കളങ്കപ്പെട്ടുപോയെന്ന്. കളക്ടറുടെ പരിശുദ്ധിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് കളങ്കപ്പെടുത്തിയെന്നൊക്കെയാണ് അച്ചു നിരത്തിയത്. പിന്നെ അനുമതി വാങ്ങിയില്ലെന്ന ആരോപണം. അനുമതി വാങ്ങിയിട്ടാണോ ഈ നാട്ടിൽ ഇത്രയും കാലം സർവീസ് സംഘടനാ നേതാക്കളെല്ലാം ഓരോ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പോലും വിമർശിക്കപ്പെടുന്ന നാട്ടിൽ കളക്ടർ വിമർശനാതീതനാണെന്ന് ഒരാൾ പോലും ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചർച്ചയിൽ നമ്മോടൊപ്പം റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികനൊപ്പം MK ഹരിദാസ്, ദി പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ MK ഹരിദാസ്, അതായത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് ഈ കളക്ടർക്കെതിരായ ഒരു പ്രസ്താവന ഒരു സർവീസ് സംഘടനാ പ്രതിനിധി ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ അന്ന് 2 ദിവസം മുമ്പ് മാതൃഭൂമി സ്റ്റുഡിയോയിലിരുന്ന് പ്രതികരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നൂറുകണക്കിന് രോഗികൾ, അത് 100-300ഓളം രോഗികൾ ചക്രശ്വാസം വലിച്ച് ആ ജനറൽ ആശുപത്രിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കളക്ടറുടെ ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തുകയും 1 മണിക്കൂറോളം അവിടെ ക്യൂ നിന്നു. പലരും അത് അവതാളത്തിലായി. ഈ മണിക്കൂറുകളുടെ ഇടവേള കൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ഈ കളക്ടറെ വ്യക്തിപരമായി വിമർശിച്ചതല്ല, ആ സിസ്റ്റം ഒന്നും ഇങ്ങനെ പാളാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ഒരു വ്യക്തിക്കെതിരെ, ഒരു സംഘടനാ നേതാവിനെതിരെ ഇത്തരത്തിൽ ഒരു ശാസന പുറപ്പെടുവിക്കാൻ, പുറപ്പെടുവിച്ചാൽ അതിലെ ശരികേട് ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതല്ലേ ശ്രീ MK ഹരിദാസ്? ഈ മിസ്റ്റർ ജയചന്ദ്രനെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എന്താ വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കാരണം കോന്നി താലൂക്ക് ഓഫീസിൽ നിന്ന് കൂട്ടമായിട്ട് അവധി പോലും എടുക്കാതെ ഒരു ടൂർ പോയ സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ കൃത്യമായിട്ട് ചാനൽ ചർച്ചകളിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് അത് തെറ്റാണ്, അദ്ദേഹം പിന്നീട് നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നടപടിയൊന്നും എടുത്തില്ല. പക്ഷെ തെറ്റിനെ തെറ്റായിട്ട് കാണുന്ന ഒരു നേതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ്, ഇവിടെ പ്രതീക്ഷ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുക? ഒരു ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ പേരിലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഫ്യൂഡൽ മാടമ്പിത്തരം പുറത്തെടുത്തുകൊണ്ട് ഒരു സർക്കാർ ഓഫീസിൽ നിന്നും ഒരു ഡോക്ടറും അവിടുന്ന് ആംബുലൻസും അവിടുന്ന് നേഴ്സുമാരൊക്കെ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കളക്ടർ പറയണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥ പ്രമാണിത്വത്തിന്റെ ഭരണ ശൃംഖലയിലുള്ള പിടിപാടിനെ കുറിച്ചിട്ട് പ്രതീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഒറ്റപ്പെട്ട സംഭവമല്ല. പല ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടോ എന്നെനിക്കറിയില്ല, കഴിഞ്ഞ വർഷം ഒരു ലിഫ്റ്റ് പിടിച്ചിട്ടുകൊണ്ട് കളക്ടർ ഏമാൻ വരുമ്പോൾ മണിക്കൂറുകളോളം ആ ലിഫ്റ്റ് പിടിച്ചിട്ട് ഈ ഏമാൻ പോയ ശേഷം മാത്രമേ ലിഫ്റ്റ് അടയുകയുള്ളൂ, ബാക്കിയുള്ള പാവങ്ങൾക്ക് അതുവഴി കയറാൻ അനുവാദമുള്ളൂ. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സാർ.
അതെ സാർ, അത് തന്നെയാണ് ഈ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ തന്റെ ഉദ്യോഗസ്ഥ മേധാവിത്വം, തന്റെ ദുഷ്പ്രഭുത്വം ഇത്തരം കാര്യങ്ങളിൽ സാധാരണക്കാരന്റെ മേൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതിനു മുമ്പ് 5 or 6 തവണ ഇതുമായി തന്നെ സർക്കാർ ആശുപത്രികളിൽ ക്യൂ നിൽക്കുന്ന രോഗിമാരെ അവഗണിച്ചുകൊണ്ട് ഡോക്ടർമാരോട് ഉടനെ തന്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് ഇദ്ദേഹത്തിന് വേണ്ടി റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പിന്നെ ഈ വിവരം കിട്ടിയതിനു ശേഷം തിരുവനന്തപുരത്തുള്ള ഞങ്ങളുമായുള്ള സാമൂഹ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തികച്ചും ഒരു മാടമ്പി ആയിട്ടുള്ള ഒരു ഭരണമാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളം ഭരിക്കുമ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അപച്യുതി സംഭവിച്ചു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതിനെ വിമർശിച്ചൊരു നേതാവിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ്, ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ മറവ് പറഞ്ഞുകൊണ്ട് ഒരു കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കൊടുത്ത നമ്മുടെ ഈ പ്രബുദ്ധ കേരളം എങ്ങോട്ടാണ് പ്രതീക്ഷ പോയിക്കൊണ്ടിരിക്കുന്നത്? പഴയ ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥ തിരികെ വരികയാണെന്ന് പോലും സാധാരണക്കാരായ ആൾക്കാര് ചിന്തിച്ചു പോവുകയാണ്. ഉദ്യോഗസ്ഥ മേധാവിത്വം നിലവിലും അങ്ങേയറ്റം നിലനിൽക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭരണകാലത്ത് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവല്ലേ ഇപ്പൊ ഈ പുറത്തു വന്നിരിക്കുന്നത്. കളക്ടറേമാന്റെ വെളിപ്പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡോക്ടർമാർ തയ്യാറായിരിക്കണം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ രാവിലെ നമ്മൾ പറയില്ല 8 മണിക്കാണ് ടോക്കൺ കൊടുത്തു തുടങ്ങുക ജനറൽ ആസ്പത്രികളിലും മെഡിക്കൽ കോളേജുകളിലും. 8 മണിക്ക് ടോക്കൺ കൊടുക്കുന്നതിന് പാവപ്പെട്ട രോഗികളെ ഏരി വലിഞ്ഞ് കാല് മുറിഞ്ഞവനും ശ്വാസം മുട്ടുന്നവനും ചെവി കേൾക്കാത്തവനും ചെവി പഴുത്തവനും രാവിലെ 7 മണി തൊട്ട് ക്യൂ നിന്ന് ടോക്കൺ വാങ്ങി ഡോക്ടറെ കണ്ടവൻ വീട്ടിലേക്ക് പോകണമെങ്കിൽ 4 മണിയാവണം. ഇങ്ങനെ 4 സർക്കാർ IAS ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗികളുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹത്തിന്റെ പിടിപാട് വെച്ച് ഇദ്ദേഹം IAS ഓഫീസറാണെന്നുള്ള ദാർഢ്യം വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു സ്വകാര്യ ആസ്പത്രിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഡോക്ടറെ വിളിച്ചാൽ മിനിറ്റുകൾക്കകം ആ സ്വകാര്യ ഡോക്ടർ ഓടി വന്നിട്ട് ഇദ്ദേഹത്തിന് കുഴിനകം ചികിത്സിക്കില്ലേ? പക്ഷെ അതിനൊരു കാര്യമുണ്ട്, കയ്യിന്റെ പോക്കറ്റിൽ നിന്ന് 100-500 രൂപ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ശീതീകരിച്ച ബംഗ്ലാവിലിരുന്ന് ശീതീകരിച്ച കാറിലിരുന്ന് സർക്കാർ ശമ്പളത്തിൽ കുക്കും ഡ്രൈവറുമുള്ള ഒരു ആഡംബരപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണക്കാരന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രീ ഹരിദാസ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് താങ്കൾ പറയാൻ മടങ്ങിയെത്ത താങ്കളിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, അതായത് ഈ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഓർഡറിൽ പറയുന്നത് ഇദ്ദേഹം ഈ ജയചന്ദ്രൻ കല്ലിങ്കൽ സർക്കാരിന്റെ നയത്തിനെതിരെ സംസാരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇതാണോ ഇടതുപക്ഷ സർക്കാരിന്റെ നയം? അതിനെയാണോ സംസാരിച്ചത്? അതിനെതിരെയാണോ സംസാരിച്ചത് ഒരു സംഘടനാ നേതാവ് ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷ ആദ്യം പറയട്ടെ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഭാഗത്തുനിന്നുണ്ടായ അത് അതീവ ഗുരുതരമായ വീഴ്ച ഒരു തർക്കമില്ല. പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജില്ലാ കളക്ടർ രാജഭരണകാലത്ത് പോലും നടക്കാത്ത രീതിയിൽ അവർ പാവപ്പെട്ട രോഗികൾ, ഹരിദാസ് സാർ പറഞ്ഞ രോഗികൾ ക്യൂ നിൽക്കുമ്പോൾ തന്റെ കൂടുതൽ നിസ്സാരമായ ഒരു അസുഖത്തിന് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഹൗസിലേക്ക് വിളിച്ചു വരുത്താന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ആരെങ്കിലും അത് അംഗീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ വേറൊരു വശമുണ്ട്. ഇവിടെ പിന്നെ ഇതിന്റെ പേരിൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ 14 ജില്ലാ കളക്ടർമാരില്ലേ, 13 ജില്ലാ കളക്ടർമാരും ഈ കളക്ടറെ പോലെ പെരുമാറിയിട്ടുണ്ട്. എത്ര മനുഷ്യത്വമുള്ള ജില്ലാ കളക്ടർമാരാണ് നമ്മുടെ പിന്നെ ജില്ലകളിലിരിക്കുന്നത്. ഉദാഹരണം നിരവധി പറയാം. ഇപ്പൊ കോട്ടയം ജില്ല ഞങ്ങളുടെ കളക്ടർ എത്രയോ നല്ല കളക്ടറാണ്. മനുഷ്യരോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ വേദനകളിൽ പങ്കുചേർന്ന് ഇറങ്ങിച്ചെല്ലുന്ന കളക്ടർമാരാണ് ഇപ്പോൾ ഉള്ള, പ്രത്യേകിച്ച് യുവ IAS ഓഫീസർമാരായ ജില്ലാ കളക്ടർമാർ. ഈ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഇതുപോലൊരു വീഴ്ച സംഭവിച്ചു, തെറ്റാണ്. കേരളത്തിലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തേ കാണാതെ പോകുന്നു? റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അധിപനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പൂർണ്ണ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതൊന്നും കാണാതെ ഇതിലെ ശരികേടുകൾ ഒരു വരി പോലും പറയാതെ ഈ തിട്ടൂരം അങ്ങ് പുറപ്പെടുവിച്ചാൽ അതെങ്ങനെ ഞങ്ങൾക്ക് അയവിറക്കണമെന്നാണോ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്? അങ്ങനെയല്ല. ഞാനിപ്പോ എന്റെ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആരുടെ പക്ഷത്താണെന്ന്, ഞങ്ങൾ ആരുടെ പക്ഷത്താണെന്നുള്ള പ്രതീക്ഷ മനസ്സിലായി. പലപ്പോഴും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊളോണിയൽ സമ്പ്രദായങ്ങൾ ഇപ്പോഴും പാലിക്കപ്പെടുമെന്നൊക്കെ ഒരു സർവീസ് ചട്ടങ്ങളിൽ പാലിക്കപ്പെടാൻ നിർബന്ധമായ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പരസ്യമായിട്ടൊരു വേദിയിലൂടെ പറയാന്ന് പറഞ്ഞാൽ ചട്ടലംഘനം തന്നെ കാണിച്ചിരിക്കുന്നത്, തർക്കമില്ല. അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അത് അവതരിപ്പിക്കാം. അങ്ങനെ പറഞ്ഞു പോകില്ല. ഇതിനു മുമ്പ് സംഘടനാ നേതാക്കന്മാരുണ്ട്, സംഘടനാ നേതാക്കന്മാർ ശബ്ദിച്ചിട്ടുണ്ട്, ഇത്തരം ഉദ്യോഗസ്ഥ ഈ ദുഷ്പ്രഭുത്വത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജയചന്ദ്രൻ കല്ലിങ്കലിനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്. അതിന്റെ ബൈറ്റ് കേൾക്കാം. 2 ദിവസം മുമ്പാണ് നമ്മൾ ഇത് കേട്ടതൊക്കെ. അപ്പോൾ അതിലേക്ക് ഇനി ചർച്ച കൊണ്ടുപോകേണ്ട, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതീക്ഷ ജനാധിപത്യത്തിലും സർവീസ് റൂളുകളൊക്കെ അനുസരിക്കാനായിട്ട് തയ്യാറാകുന്ന രീതിയിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയുള്ള ഒരു വ്യക്തിയല്ലേ, വെൽ എഡ്യൂക്കേറ്റഡ് അല്ലേ. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ
കോർപ്പറേഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതല്ല സർക്കാരിന്റെ ഡയറക്റ്റ് എംപ്ലോയീസിനും തമ്മിൽ ഈ സർവീസ് ചട്ടങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ KSRTC യൂണിയന്റെ നേതാക്കന്മാർ ചാനലിലൊക്കെ ഇരുന്നുകൊണ്ട് മന്ത്രിനെയും പിന്നെ അവിടുത്തെ മാനേജിംഗ് ഡയറക്ടറൊക്കെ വിമർശിക്കുന്ന പോലെ ഒരു ഡയറക്റ്റ് സർക്കാർ എംപ്ലോയിക്ക് പറ്റത്തില്ല. സർവീസ് ചട്ടത്തിലുള്ളതാണ്, അതിന് ലംഘനമാണ്, അത് അവർ പാലിച്ചേ പറ്റൂ. തോന്നിവാസം വന്നത് ഇപ്പൊ കളക്ടർ തെറ്റാണെങ്കിൽ കളക്ടർ ഇത് തെറ്റാണെന്ന് അന്വേഷിക്കാൻ നടപടി സ്വീകരിക്കാനായിട്ട് വാർത്താ നടപടി സ്വീകരിച്ചോ? 6 or 7 തവണ ഒരു സിസ്റ്റത്തെ മുഴുവൻ കൊളാപ്സ് ചെയ്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ, അത് കുഴിനകം ആലോചിച്ച് നോക്കണം. കുഴിനകം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 2 ചർച്ചകളിലായിട്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും വീട്ടിലേക്ക് എത്തി കളക്ടർക്ക് ചികിത്സ നൽകാൻ വേണ്ടി കുഞ്ഞുവാവയൊന്നും അല്ലല്ലോ അദ്ദേഹം, കുഞ്ഞുവാവയല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ആ വികാരത്തോട് ഞാനും യോജിക്കുന്ന ആളാണ്. ഇപ്പൊ നമുക്കൊക്കെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ എത്ര സൗഹൃദമുള്ള ഡോക്ടറാണെങ്കിലും നമ്മൾ ആ ഡോക്ടറെ അടുത്തേക്ക് അങ്ങോട്ട് ചെലുത്തുള്ളൂ. കാരണം അതാണ് അതിന്റെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്, ആ സംസ്കാരം എന്ന് പറയുന്നത്. ഈ ഉദ്യോഗസ്ഥർ, ഈ കളക്ടർ തെറ്റാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഈ പിന്നെ ജയചന്ദ്രൻ ഇല്ലക്കൽ എന്ന് പറയുന്ന യൂണിയനോട് ഞാൻ ചർച്ച പങ്കെടുത്തിട്ടുണ്ട്. നേരത്തെ ഹരിദാസ് സാർ പറഞ്ഞ ആ പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ ടൂർ പോയതായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച ഞാനും ഉണ്ടായിരുന്നു പല ചർച്ചകളിലും. അദ്ദേഹം അന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ തെറ്റുകളെയാണ് വിമർശിച്ചത്. അതിനൊരു യൂണിയൻ നേതാവിന് എല്ലാ അവകാശങ്ങളുണ്ട്, അത് സർവീസ് ചട്ടങ്ങൾ ലംഘനമല്ല. പക്ഷെ താൻ കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ റൂളും ആ ചട്ടങ്ങളനുസരിച്ച് ജോലി ചെയ്തോളാന്ന് പിന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ അംഗീകരിച്ച് ജോലി ചെയ്തൊരു ഉദ്യോഗസ്ഥൻ അത് പറയുന്നതിനോട് പരിമിതിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ വിമർശിക്കാനുള്ള മാധ്യമങ്ങളുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ മറ്റൊന്നും പറഞ്ഞില്ല. ഇത്തരത്തിലുള്ള അവസ്ഥകൾ അത് ശരിയല്ല എന്ന് ഒരു സർവീസ് സംഘടനാ നേതാവ് അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥർക്ക് കീഴിലുള്ള ആളുകൾ, കാരണം ഒരു തഹസീൽദാർ ഇദ്ദേഹത്തിന്റെ അധികാര ഹുങ്കിനാൽ തലേ ദിവസം തന്നെ അദ്ദേഹം ഈ അവധിയെടുത്ത് പോകുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. പിന്നീട് KGMO എന്ന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും വന്ന് അവരുടെ ദുരനുഭവങ്ങൾ പറയുകയാണ്. പിന്നീട് ലിഫ്റ്റിന്റെ കാര്യം പോലും ഉണ്ടായിട്ട് പോലും വ്യക്തമായ കാര്യങ്ങൾ, മുളയിലെ നുള്ളി ഒരു ശാസനയെങ്കിലും ഇന്ന് ജയചന്ദ്രൻ കല്ലിങ്കലിനെതിരെ ശാസിക്കാൻ വേണ്ടി എടുത്ത ആ പേപ്പർ അന്നൊന്ന് 2 വരി കുറിച്ച് ഈ കളക്ടർക്ക് അയച്ചിരുന്നെങ്കിൽ ഈ ഫ്യൂഡൽ മനോഭാവം മാറുമായിരുന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ മറ്റ് കഴിവുകളെയൊക്കെ മാനിക്കാം, പക്ഷെ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ നമ്മൾ വളം വെച്ച് കൊടുത്താൽ എന്തായിരിക്കും അപകടം? ശ്രീ റെജി ലൂക്കോസ്. അല്ല, ശരിയാണ്. ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ കളക്ടർ എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡൊക്കെ അത് തന്നെയാണ്. പക്ഷെ അത് ഈ ചെയ്ത് തെറ്റാണ്, അത് ഞങ്ങൾ ആദ്യം അംഗീകരിച്ചല്ലോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സംസ്ഥാന സർക്കാരുകൾക്ക് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ലോകത്തിലെ ഏത് രാജ്യത്തെ ഗവൺമെന്റ് ആണെങ്കിലും അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവരുടെ സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വ്യവസായപരമായിട്ടുള്ള രീതിയിൽ അവർക്ക് അത് പരാതി പറയാം. അതിനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇത് പരസ്യമായിട്ട് വന്ന് ഒരു പൊതുവേദിയിൽ വന്നിരുന്നുകൊണ്ട് ജില്ലാ കളക്ടറെ കൊളോണിയൽ സിസ്റ്റത്തിന്റെ തടവുകാരാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ ആ ഗവൺമെന്റിനോടുള്ള അനുസരണക്കേട കാണിച്ചെങ്കിൽ ഒരു തെറ്റുമില്ല. കുത്തഴിഞ്ഞൊരു സംവിധാനമായിട്ട് ഇത് പോയാൽ എവിടെ ചെന്നിക്കും? ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട് രാജ്യവ്യാപകമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും. താങ്കൾ പറയുന്നല്ലോ ഈ കുത്തഴിഞ്ഞ സംവിധാനം, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാനിപ്പോഴും ഈ മാതൃഭൂമി ന്യൂസിന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസിനെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുള്ള ഒരു കൺസേൺ എന്നത് 300-300 ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ് ആ ആശുപത്രിയിൽ. നമുക്കറിയാം 5 മിനിറ്റെങ്കിലും നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോയി എന്നാലേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ, ആ ദുരിതം മനസ്സിലാവും. അതൊക്കെ സാധാരണക്കാരനെ പോലെയുള്ള നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊന്നും പോകാനുള്ള പണമോ അതിനുള്ള സാമൂഹ്യ ഒന്നുമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഒരു 5 മിനിറ്റ് ഒരു ഡോക്ടറുടെ ഒരു കരം പതിയുക അല്ലെങ്കിൽ കരസ്പർശം ഏൽക്കുക എന്നത് വലിയൊരു തണലാണ്. ആ ഇടയിൽ നിന്നാണ് ഒന്നല്ല പലതവണ ഈ ബംഗ്ലാവിലേക്ക് ഈ അധികാര ഹുങ്ക് വെച്ച് പോകുക മാത്രമല്ല 1 മണിക്കൂറോളം ആ ഡോക്ടറെ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണക്കാർ ശബ്ദിക്കുകയല്ലേ വേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ MK ഹരിദാസ്, ഈ ജയചന്ദ്രൻ കല്ലിങ്കൽ ചെയ്തതാണോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കുറ്റമായി മാറുന്നത്? ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന എന്റെ പ്രിയ സുഹൃത്ത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു നിലയ്ക്കും ഇതിനിപ്പോ ആദ്യം അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതുമായി തന്നെ അവസാനം വരെ പറയണം. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പരാജയം എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ജയചന്ദ്രൻ കല്ലിങ്കലിന് കൊടുത്ത നോട്ടീസ് എന്തുകൊണ്ട് ഈ കളക്ടറിൽ നിന്നും ഒരു വിശദീകരണം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ റവന്യൂ വകുപ്പ് തയ്യാറായില്ല? റവന്യൂ വകുപ്പ് കളക്ടറിൽ നിന്നും ഒരു വിശദീകരണം വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കുറ്റം പറഞ്ഞ് ഞാനിത് പിൻവലിക്കണു. അതല്ലല്ലോ ഉണ്ടായത്. ഈ സംഭവത്തെ ഒരു യൂണിയൻ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ നോട്ടീസ് കളക്ടർക്ക് പുറത്തു തട്ടി അഭിനന്ദനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സാധിക്കുക? അടിച്ചമർത്തലിനും ചൂഷണം ചെയ്യുന്നതിനും എതിരായിട്ട് രൂപം കൊണ്ടതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന എന്നെ പോലുള്ളവർക്ക് എങ്ങനെയാണ് സർക്കാരിന്റെ വീഴ്ചയല്ലാതെ ഇതിനെ കാണാൻ പറ്റുക?
ഇത് കളക്ടറോട് വിശദീകരണം. ആ ലിഫ്റ്റ് വിഷയമുണ്ടായ അന്ന് കളക്ടറിൽ നിന്നൊരു വിശദീകരണം വാങ്ങിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ തോന്നിവാസം ചെയ്യുമായിരുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, എന്നേക്കാൾ കൂടുതൽ താങ്കൾ എനിക്ക് തോന്നുന്നു സർക്കാർ ആസ്പത്രികളൊക്കെ സന്ദർശിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് വരുത്തി വെക്കുന്ന ഒരു വ്യക്തിയാണ്. നോക്കൂ, ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൗണ്ടറിൽ ചെന്നാൽ മരുന്നില്ലെങ്കിൽ തന്നെ അവിടെ മരുന്നിന് വേണ്ടിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷനിൽ ഒരു മരുന്നുണ്ടെങ്കിൽ അതിന് 3-4 മണിക്കൂർ ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് ഒരു മുറി ഡ്രസ്സ് ചെയ്യണമെങ്കിൽ, ഒരു മുറിവ് പറ്റിയത് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിന് മണിക്കൂറുകളോളം കാത്തു നിൽക്കണം. ഒരു സർക്കാർ ആസ്പത്രിയുടെ ദയനീയ സ്ഥിതി ഇങ്ങനെയായിരിക്കെ ഒരു കളക്ടറുടെ ഫോൺ എല്ലാവരും ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ, കാരണം ഒരു അധികാരം ഉപയോഗിച്ച് ഒരു കളക്ടറുടെ അധികാര പരിധി ഒരു ജില്ലയിലെ പരിധിയാണ്. എല്ലാ ജില്ലകളിലെയും ആളുകൾ ഇത്തരത്തിൽ സുഖലോലുപരായി വീട്ടുകളിലേക്ക് ഇരുന്നുകൊണ്ട് ഡോക്ടർമാരെയൊക്കെ വിളിച്ചു വരുത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൂടി പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി MBBS പഠിച്ച ഡോക്ടറാണ്. അതും കൂടി കൂട്ടി വായിക്കണം ശ്രീ റെജി ലൂക്കോസ്. MBBS പഠിച്ച് പാസ്സായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ പരമാധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കളക്ടർ ഡോക്ടർമാരെ വിളിച്ചു വരുമ്പോഴത്തെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് കൂടി മനസ്സിലാവണം. അപ്പൊ ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങലിന് ഇത്തരത്തിലൊരു നോട്ടീസ് കൊടുക്കുമ്പോൾ ഈ ചീഫ് സെക്രട്ടറിക്ക് പോലും അതിൽ ഇടപെടാമായിരുന്നു. അത് ശരിയല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതാണ്. അവിടെ സർവീസ് റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. സാധാരണക്കാരനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു നടപടികളും ഒരു കളക്ടർമാരുടെ കയ്യിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. നാളെ പ്രതീക്ഷ പറഞ്ഞതുമാതിരി താങ്കളിപ്പോ പറഞ്ഞു 13 കളക്ടർമാരുടെ, നമുക്കറിയില്ല. ഇതിവിടെ പുറത്തേക്ക് വരാനുള്ള കാരണം എന്താ? KGMO ഇടപെട്ടതുകൊണ്ടാണെന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ സംഗതി പുറത്തേക്ക് വരില്ല. കാരണം അവർക്ക് ഈ കളക്ടറെ കൊണ്ടുള്ള ശല്യം സഹിக்க വയ്യാതായതുകൊണ്ട് അവർ ഈ വിവരം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിക്കുന്നു. നാളെ കളക്ടർമാർ ഇത്തരത്തിലുള്ള വാശി പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ചികിത്സയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല, ഞങ്ങളെ വീട്ടിൽ വന്ന് ചികിത്സിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെരുവഴിയിലാകുന്നത് ഞാനും റെജി ലൂക്കോസും അല്ല സാർ. ഇവിടുത്തെ സാധാരണക്കാരായ അഷ്ടിക്ക് വകയില്ലാത്ത സർക്കാർ ആസ്പത്രികളിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അപ്പൊ സമ്പന്നമായിട്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ ആസ്പത്രിയിൽ പോയിട്ട് ഭംഗിയായിട്ട് പ്രതീക്ഷ, ഞാൻ വിഷയം മാറ്റില്ല. ഇവർ ഈയിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഈ IAS റിട്ടയർ ചെയ്തിട്ടുള്ളവർ ആവശ്യപ്പെട്ടൊരു കാര്യം കൂടി ചർച്ചയിൽ പറയണം. അവർക്ക് പെൻഷന് പുറമെ മാസപ്പടി വേണമെന്ന് ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൊടുക്കുന്നത് പോലെ ഞങ്ങൾ സേവനമനുഷ്ഠിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനത്തിനായിട്ടുള്ള മാതൃഭൂമിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് മാനസികമായ ആഘാതങ്ങൾക്കും മറ്റും ശമ്പളത്തിന് പുറമെ അവർക്ക് പെൻഷൻ വേണമെന്നൊരു ആവശ്യവുമായിട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. സർക്കാർ സജീവമായിട്ട് പരിഗണിക്കാൻ പോവുകയാണ്. അത്രയ്ക്ക് പ്രബലമായ ഒരു സംഘടന അവർക്കുണ്ട്. അതുകൂടി മനസ്സിലാക്കണം. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രി 1ാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ആ ചുവപ്പ് നാടുകളെക്കുറിച്ചും ആ ജീവിതത്തെക്കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി വാചാലനായി അങ്ങനെയുള്ള സംഭവങ്ങളെ അപലപിക്കണം, അല്ലെങ്കിൽ അതിവേഗം കാര്യങ്ങൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ ഉദ്യോഗസ്ഥർക്കാണ് നൽകിയത്. അപ്പോൾ അങ്ങോട്ട് പറയേണ്ട ആളാണ്, അതായത് വീട്ടിലേക്ക് വിട്ട് ഒരു ഉദ്യോഗസ്ഥയെ വിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയേണ്ട ആൾ തന്നെ ഒരു ജില്ലാ ഭരണകൂടത്തെ നയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്മേൽ നമുക്കിപ്പോഴും ആശ്ചര്യമില്ല. ഈ IAS ലോബി എന്ന പ്രബലമായ സംഘടനയുടെയൊക്കെ തന്നെ പിൻബലമാണോ ഒരു തുണ്ട് കടലാസ് പോലും ഈ ഉദ്യോഗസ്ഥന് കൊടുക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം? ശ്രീ റെജി ലൂക്കോസ്, അതൊക്കെ UDF ഭരിക്കുമ്പോഴാണ്. പ്രതീക്ഷ അറിയാമല്ലോ, പ്രതീക്ഷ എത്ര വർഷമായിട്ട് ആങ്കർ ചെയ്യുന്നതാ. 2016 ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടെന്തായിരുന്നു? കുത്തഴിഞ്ഞ ഭരണ സംവിധാനമല്ലായിരുന്നു. തെളിവുകൾ ഞാനെ കൊണ്ട് നിർത്തണോ? നമ്മൾ തന്നെ അത് ചർച്ചയിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 2014 പിണറായി വിജയൻ സർക്കാരാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ചൊൽപ്പടിയിൽ ഒതുക്കി അവരെ കയ്യിലെടുത്തുകൊണ്ട് എത്രയോ പ്രതിസന്ധികളെ സർക്കാർ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടുകൂടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു തർക്കമല്ല. കാര്യത്തിൽ ഓക്കിയെ നേരിട്ടു, 2 പ്രളയം നേരിട്ടു, അതുപോലെ തന്നെ കോവിഡിനെ നേരിട്ടു. ഈ ഗവൺമെന്റ് സുസ്ഥിരമായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് എന്നാൽ അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടല്ലേ കാര്യങ്ങളെല്ലാം ചെയ്ത്. ഒരു ജില്ലാ കളക്ടറുടെ ഭാഗത്ത് തെറ്റായ രീതിയിലുള്ള നടപടി ഉണ്ടായതിനു ശേഷം ഈ സിസ്റ്റത്തെ മുഴുവൻ വിമർശിക്കാന്ന് ഗവൺമെന്റ് പിന്നെ കൊളോണിയൽ സംവിധാനത്തിന്റെ എന്താ പറയുക അവശിഷ്ടങ്ങളാന്നൊക്കെ പറഞ്ഞാൽ അത് ആരംഗീകരിക്കാൻ പറ്റും? ഇപ്പൊ ഹരിദാസ് സാറിനോട് ഞാൻ 100% പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളോട് എനിക്ക് റെസ്പെക്ട് ഉള്ള ആളാണ്. അദ്ദേഹം പല ചർച്ച പറഞ്ഞിട്ടുണ്ട്. അല്ല, അവരെ പോലുള്ള കൂടെ ഈ സമൂഹത്തില്ലെങ്കിൽ സമൂഹത്തിന്റെ അവസ്ഥ എന്നതാ. അതുകൊണ്ട് ഞങ്ങളൊക്കെ മാനിക്കുന്നുണ്ട്. പക്ഷെ സാറേ, ആ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിയമപരമായ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്തില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പിന്നെ ചട്ടങ്ങൾ പ്രകാരം അവർ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചേ പറ്റൂ. അല്ലെങ്കിലാണ് കുത്തഴിഞ്ഞു പോകുന്നത്. ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഡോക്ടർ വേണു എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി. എത്രയോ നല്ല രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാവും. ഇതെല്ലാം അന്വേഷിക്കുന്നതെല്ലാം അതിന് നടപടിക്രമങ്ങളിൽ ഒരു IAS ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതെല്ലാം പുറത്തു വരണമെന്നുണ്ടോ? നിങ്ങൾ കാത്തിരിക്കൂ. തെറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിട്ട് ചരിത്രം
LDF സർക്കാരിൽ. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. തെറ്റ് ആവർത്തിച്ചാൽ അതിനെതിരെ നടപടി സ്വീകരിച്ച ചരിത്രം ഇവിടെ ഉണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എത്രയോ പേരെ ഈ സർക്കാർ വന്നതിന് ശേഷം 22 ഉദ്യോഗസ്ഥന്മാരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 12 പേരെ പിരിച്ചുവിട്ടി ഗവൺമെന്റ്. ഇതിനു മുമ്പ് ഒരു സർക്കാർ ഉണ്ടായിരുന്നു, നട്ടലുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ. എത്രയോ സമയം കട്ടാവാറായതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ MK ഹരിദാസ്, ഒരു കാര്യം കൂടി, കാരണം സർക്കാരിന്റെ നയം ഇതാണെന്ന് റെജി ലൂക്കോസ് പറയുന്നു, പക്ഷേ സർക്കാരിന്റെ നയത്തിനെതിരെ സംസാരിച്ചു എന്നാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വാദം. മറുപടി നോക്കൂ, ഈ കോന്നി താലൂക്ക് ഓഫീസിൽ മിനിഞ്ഞാന്ന് കിട്ടിയ വിവരാവകാശ മറുപടി പ്രകാരം ഒരു നടപടിയും ഒരു താലൂക്ക് ഓഫീസ് കൂട്ടിയിട്ടിട്ട് പോയവർക്കെതിരെ എടുത്തിട്ടില്ല റെജി ലൂക്കോസ്. ഇതൊക്കെ വാചകത്തിൽ ഒതുങ്ങുന്ന സംഗതിയാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം പണിയെടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ എതിരെ നടപടിയെടുത്തു എന്നുള്ളതൊക്കെ ശുദ്ധമായിട്ടുള്ള വാദഗതികൾ മാത്രമാണ്. എന്തായാലും ഈ ജയചന്ദ്രൻ ഇത്തരത്തിലൊരു നോട്ടീസ് കൊടുക്കാനുണ്ടായ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം നല്ല ഒരു ദീർഘവീക്ഷണമുള്ള ഒരു തൊഴിലാളി നേതാവാണ്. അദ്ദേഹത്തെ പോലുള്ളവരെ ഇത്തരം കാര്യങ്ങൾ ഇനിയും പറയണം. അപ്പൊ അത് പറയാതിരിപ്പിക്കാൻ വേണ്ടി, വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി അങ്ങേയറ്റ അപലപനീയമായി പോയി. ശ്രീ റെജി ലൂക്കോസിനോട് അഭ്യർത്ഥന ഉണ്ട്, ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു IAS ഓഫീസർ അല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടർ ഒരു സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്നവരെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഡോക്ടർ വന്നിട്ട് എന്റെ കുഴിനകമോ എന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ഒരു കുരുവോ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്താനുള്ള അവസരം ഉണ്ടാക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കൂടിയാണ് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അങ്ങ് ഓർമ്മിക്കണം. അതിന് നിങ്ങളെപ്പോലുള്ള ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കളക്ടർമാർ അവർ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തികൾക്കല്ല, ചെയ്യാൻ പോകുന്ന ഇത്തരത്തിലുള്ള ദൂഷിച്ച പ്രവൃത്തികൾ ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രദ്ധിക്കാൻ വേണ്ട നടപടികൾ നിങ്ങളെപ്പോലുള്ള ഇടതുപക്ഷ നിരീക്ഷകരൊക്കെ കൈക്കൊള്ളണമെന്നാണ് സാധാരണക്കാരനായ സർക്കാർ ആശുപത്രികളിൽ ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടി എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. കാരണം അവരുടെ, നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ വേദന, അവരുടെ ബുദ്ധിമുട്ട്, അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോയി ഡോക്ടറെ കാണാൻ അവരുടെ അടുത്ത് പൈസ ഇല്ല, സർക്കാർ ആശുപത്രികളിൽ തന്നെ കൃത്യമായിട്ട് മരുന്ന് ലഭിക്കാത്ത ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. എന്നിട്ടും ഈ ക്യൂ നിൽക്കുന്നത് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളൊരു ബോധം ഇവിടുത്തെ ഇത്തരത്തിലുള്ള IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ലാതെ പോയാൽ നാളെ നേരിടാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണെന്നുള്ളത് ശ്രീ റെജി ലൂക്കോസിനെ പോലുള്ളവർ ഓർക്കുക. തീർച്ചയായും വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഒപ്പം MK ഹരിദാസ്, പാവപ്പെട്ടവരെ സേവിക്കാൻ വേണ്ടി ഈ IAS എന്ന ആ 3 അക്ഷരം ചുമക്കുന്ന ആളുകളിൽ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ശ്രീ ജെറോമിക് ജോർജും. അങ്ങൊന്ന് സ്വയം ചിന്തിക്കുക, ഒന്ന് ആത്മപരിശോധന നടത്തുക, താൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന്. അല്ലാതെ IAS അസോസിയേഷൻ്റെയൊക്കെ പിൻബലത്തോടുകൂടി അല്ലെങ്കിൽ ആ അധികാരം പേറിക്കൊണ്ട് ഒരു സംഘടനാ നേതാവ് ഇതിനെതിരെ ശബ്ദിച്ചപ്പോൾ തിട്ടൂരം ഇറക്കുകയായിരുന്നില്ല വേണ്ടത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി. ചർച്ച അവസാനിക്കുന്നു.